കുന്നമൻറ്റി കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. SLC പരീക്ഷയുടെ അവസാന ദിവസമാണ്. ഇവിടെ ഒരു വ്യത്യസ്ത കാഴ്ച കൂടിയുണ്ട്. ഈ പരീക്ഷ അവസാനിക്കുന്ന ദിവസം തന്നെ ഇവർക്കിടയിലെ ഒരു കുട്ടിയുടെ പിറന്നാൾ ദിനമാണ്. രണ്ടുപേരുടെ ബർത്ത്ഡേ കൂടിയാണ്. ആരുടെയൊക്കെയാണ് ബർത്ത്ഡേ? എന്താണ് ലാസ്റ്റ് ഡേ, എക്സാം അവസാനിക്കുന്ന ദിവസമാണ് ബർത്ത്ഡേ ആണ്. ഞാൻ ഇവരെല്ലാവരും ഒരുപാട് മിസ് ചെയ്യും. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ സ്കൂളിലോട്ട് വന്നത്. ഇപ്പോൾ ഒരുപാട് മെമ്മറീസ് ഈ സ്കൂളിൽ നിന്ന് കിട്ടി. ഒരിക്കലും മറക്കൂല ഇവരാരെയും. ഇവരെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ആദ്യമൊക്കെ വന്നപ്പോൾ ഇവരായിട്ട് നല്ല കൂട്ടില്ലായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ സ്കൂള്. പിന്നെ ബോണ്ടായി ഞാൻ നല്ല മിസ് ചെയ്യും. എളുപ്പമായിരുന്നു സബ്ജക്റ്റ്? ആ എളുപ്പമുണ്ട്. ഇന്നത്തെ ബയോളജിയൊക്കെ എളുപ്പമായിരുന്നു. ഇന്നത്തെ പിറന്നാൾ കുട്ടി എവിടെ? ബയോളജിക്ക് എളുപ്പമായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു. എളുപ്പമായിരുന്നു. ടീച്ചേഴ്സിന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എഴുതി. മോഡലിനെക്കാട്ടും കൊള്ളാം മെയിൻ എക്സാം. എനിക്ക് കെമിസ്ട്രിയാണ് തോന്നിയത്. നല്ല പാടായിരുന്നു. ബയോസയൻസ് കിട്ടും. കേക്ക് പിന്നീട് കഴിക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആര് കൊള്ളായിരുന്നു? A+ കിട്ടുമോ? മറ്റു ചില അധ്യാപകർ കൂടി നമുക്കൊപ്പമുണ്ട്. എന്താ ടീച്ചറുടെ പേര്? മഞ്ജു. ഞാൻ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് കുഴപ്പമില്ല. എനിക്ക് 10ാം ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, എന്നാലും ജയിക്കാൻ പ്രശ്നമൊന്നും വരില്ല. പിന്നെ A+കാർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും വേറെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെയാണ് പോയത്. കുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണമായിരുന്നു. കുഴപ്പമില്ല. എനിക്ക് ലാംഗ്വേജ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എളുപ്പമുണ്ടായിരുന്നത്. 4 ലാംഗ്വേജും, 2 മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ്. കാരണം ആ പാറ്റേൺ മാറിയതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് സയൻസിനെയാണ്, സയൻസ് സബ്ജക്റ്റിനെ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. മാത്സും വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. പിന്നെ സോഷ്യൽ സയൻസ് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? ബയോളജി തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് +1 ബയോളജി സയൻസ് തന്നെ നോക്കുകയാണ്. ബയോസയൻസ് തന്നെ. ഏത് സ്കൂളിൽ പഠിക്കാനാണ് ആഗ്രഹം? ആർക്കേഡി. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എക്സാം? ഏതായിരുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതായിരുന്നു? കെമിസ്ട്രി നല്ല പാടായിരുന്നു. കുറച്ച് പാടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഒക്കെ എല്ലാം എളുപ്പമായിരുന്നു. എല്ലാവരെയൊക്കെ മിസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. ഫെയർവെല്ലൊക്കെ നേരത്തെ കഴിഞ്ഞു? കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള 2 കുട്ടികളുടെ പിറന്നാൾ ദിനം കൂടിയാണ്. ആ കേക്ക്, അതിൻ്റെ മധുരം പരസ്പരം പങ്കുവെക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മെയ് മാസത്തിൽ തന്നെ SLC പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം. അതിന് ആ ഒരു അഭിമാന നിമിഷത്തിൽ അധ്യാപകർ കൂടി സാക്ഷിയാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം. ടീച്ചറെ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? അങ്ങനെയാണ്. ആ ഒരു സന്തോഷ നിമിഷത്തിനൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.